ഞാൻ പറഞ്ഞിട്ടുണ്ട് ഏതൊരു ബിസിനസിന്റെ ആണെങ്കിലും ഏതൊരു ആൾക്കാരുടെ ഒരു മൈൻഡ് എനിക്ക് റീഡ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അതായത് സ്ട്രാറ്റജീസ്. അപ്പോൾ ഇത് വലിയ ബിസിനസ് സ്ട്രാറ്റജീസോ 2030 അജണ്ടയോ ഈ പറയുന്ന അമേരിക്കൻ പ്രസിഡന്റോ ഇത് കാര്യമൊന്നുമല്ല, നമ്മുടെ പൊളിറ്റീഷ്യൻസിന്റെ കാര്യമൊന്നുമല്ല, നമ്മുടെ പെൺകുരുന്നുകൾ. അതായത് എങ്ങനെയെങ്കിലും അവർക്ക് വൈറലാവണം. ഓക്കെ, അതായത് അവരുടെ സ്ട്രാറ്റജി തന്നെയാണ് അൽഗോരിതം വെച്ചിട്ട്. അതായത് ഇച്ചിരി ഉടുപ്പൊക്കെ മാറിക്കഴിഞ്ഞാൽ കുറെ റീച്ച് കിട്ടും, കുറെ പണം കിട്ടും. അപ്പൊ ഇതെല്ലാം അവർ മാനിപ്പുലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇതെല്ലാം നമുക്ക് ചിന്തിച്ചെടുക്കാൻ സാധിക്കില്ല, പക്ഷെ ഇതെല്ലാം അവർ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഉള്ളിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഓക്കെ, നമ്മുടെ മൈൻഡ് മാറ്റിക്കൊണ്ടിരിക്കും. അപ്പൊ അതൊന്നും ഇഷ്യൂ ഇല്ല, അതെല്ലാം നോ ഇഷ്യൂ. കാരണം ഇതെല്ലാം വരട്ടെ അല്ലെ, ഞാനും കളവനൊന്നുമല്ലല്ലോ. അപ്പൊ ഇതെല്ലാം നമ്മൾ ആസ്വദിക്കും. പക്ഷേ അതോടൊപ്പം തന്നെ ആണുങ്ങളെ കുടുക്കിക്കൊണ്ടുള്ള ഒരു വൈറലാവൽ ഇപ്പോൾ വളരോട്ട് കൂടിക്കൊണ്ടിരിക്കുക. അതായത് ഇവിടുത്തെ ജുഡീഷ്യറി വിഡ്ഢിത്തരമായുള്ള നിയമങ്ങൾ അവർ 1948 ആ ഒരു നിയമം തന്നെ ഇപ്പോഴും കിടന്ന് ഓർഡർ കൊണ്ട് തന്നെ. പക്ഷെ അപ്പോഴത്തെ പെണ്ണുങ്ങളല്ല ഇപ്പോഴത്തെ പെണ്ണുങ്ങൾ. അപ്പോഴത്തെ പെണ്ണുങ്ങൾ എന്ന് വെച്ചാൽ പരിശുദ്ധമായിരുന്നു അല്ലെ, സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ വിളക്ക് എന്നൊക്കെ പറയാം നമുക്ക്. പക്ഷെ ഇപ്പോഴത്തെ പെണ്ണുങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം തന്നെയാണ്, നമ്മളെ പോലെയൊക്കെ തന്നെ അല്ലെ. ബാറിലും എല്ലായിടത്തും പെണ്ണുങ്ങളുണ്ട്. ഈ പറഞ്ഞ MDMA-യും കഞ്ചാവേഴ്സിലും എല്ലാം പെണ്ണുങ്ങളെ പിടിക്കുന്നു, കുഞ്ഞിനെ എല്ലാം എറിഞ്ഞു കൊല്ലുന്നു. അപ്പൊ അങ്ങനത്തെ രാക്ഷസികളായി മാറിക്കഴിഞ്ഞു പെണ്ണുങ്ങൾ. ഓക്കെ, എല്ലാവരും അല്ല, ഒരു 95%. ഓക്കെ, 5% നിങ്ങൾ മാറിയോ? ഓക്കെ, നല്ല പെണ്ണുങ്ങളെല്ലാം 5% മാറിക്കും. അപ്പോ ആ ഒരു കൺസെപ്റ്റ് ആയപ്പോ നമ്മൾ ആണുങ്ങളെ കൊടുക്കാൻ സുഖമാണ് അല്ലെ. ഒരു പീഡിപ്പിച്ചു അല്ലെങ്കിൽ എന്നോട് അത് ചെയ്തു, ഒരിക്കലും ഒരു പെണ്ണിട്ട് ആ ഒരു പീഡനം മുമ്പോട്ട് പോകണമെങ്കിൽ അവളുടെ ഒരു സാന്നിധ്യം നടക്കില്ല. ഓക്കെ, അതായത് ഇനിഷ്യലി തന്നെ അവൾ നോ പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരാണോ ഒരു 98% ആണും അങ്ങോട്ട് സ്കിപ്പ് ആവും. അപ്പൊ അവർക്കും താല്പര്യം ഉണ്ടായിട്ട് ഇങ്ങനെ ഒഴുകി പോയി കഴിയുമ്പോൾ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ നേരെ ഒരു കേസ്, അപ്പൊ നേരെ നമ്മളെ പിടിച്ചുണ്ടു, അതായത് ആണുങ്ങളെ പിടിച്ചുണ്ടു. അപ്പൊ ഈ ഒരു മണ്ടൻ സിസ്റ്റം ആയതുകൊണ്ട് തന്നെ അത് പണവും അങ്ങനത്തെ കാര്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി. എന്നിട്ട് നമ്മുടെ മുഖം എല്ലാം നല്ല അടിപൊളിയായിട്ട് HD ആയിട്ട് കാണിക്കും, അവരുടെ മുഖം എല്ലാം ബ്ലറാക്കിയിട്ട് കാണിക്കും. അപ്പൊ ഈ വിഡ്ഢിത്തരങ്ങളല്ലേ ഇത് ആരും മാറ്റം നോർത്തിട്ട് നിൽക്കണേ. കാരണം പെണ്ണുങ്ങളല്ലേ ഇപ്പൊ കുലസ്ത്രീകളൊന്നും അല്ല, അവരെല്ലാം നല്ല വിഷമുള്ളതുങ്ങളായി കഴിഞ്ഞു. അതായത് നമ്മളെ കൊല്ലാം, എന്നെയൊക്കെ കൊടുക്കാനൊക്കെ നോക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ രീതിയിലാവുമ്പോ കംപ്ലീറ്റ് കാര്യം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇതിനെല്ലാത്തിനും ഞാൻ എതിർക്കുന്നത്. ഓക്കെ, ഈ പറയുന്ന ഒരുപാട് കേസും കാര്യങ്ങളൊക്കെ വരാം, പക്ഷെ ഇതെല്ലാം ഇല്ലാതാക്കണം. കാരണം മാറ്റേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, മാറ്റേണ്ട സമയത്ത് മാറ്റണം, ഇല്ലെങ്കിൽ നമ്മളെല്ലാം അനുഭവിക്കേണ്ടി വരും. അപ്പോൾ ഇതെല്ലാം ഈസിലി പ്രൊട്ടസ്റ്റ് ചെയ്ത് ഞാൻ മാറ്റും. പ്രൊട്ടസ്റ്റ് അല്ല, ഇതെല്ലാം മാറും, ഓട്ടോമാറ്റിക്കലി മാറും. കാരണം എല്ലാത്തിനുള്ള ഒരു സമയമുണ്ടല്ലോ. ഒരു കാര്യം തുടങ്ങാനും അവസാനിക്കാനും സമയമുണ്ട്, വേറൊരു കാര്യം തുടങ്ങാനും സമയമുണ്ട്. അപ്പോൾ ഇതെല്ലാം ഈസിലി മാറുന്നതാണ്. ഞാൻ പറഞ്ഞതേ ഉള്ളൂ, ഈ പറയുന്ന ബസ്സിലിരിക്കുമ്പോഴാണെങ്കിലും അല്ലെ അയ്യോ എന്നെ പിടിച്ചേ. അപ്പൊ ഇതെല്ലാം ആ ഒരു വൈറലായ ആ ഒരു അൽഗോരിതം തരുന്ന ആ ഒരു സുക്കർബർഗ് തരുന്ന പണത്തിന് വേണ്ടി കിടന്ന് കാണിക്കുന്നത്. അതോടൊപ്പം ഫെയിം അല്ലേ, നമ്മളെല്ലാം ഇപ്പൊ കടകളെല്ലാം ഉദ്ഘാടനം ചെയ്യുന്ന അവരെ കൊണ്ട് തന്നെയാണ്. അപ്പൊ ഇതെല്ലാം ആ ഒരു അവരുടെ ആ ഒരു മാട്രിക്സ് തന്നെയാണ്. അതായത് ഞാൻ പറഞ്ഞു, നമ്മുടെ യങ്സ്റ്റേഴ്സിന്റെ 83% സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് ആണ് ഇപ്പൊ. ഓക്കെ, അപ്പൊ അവരുടെ ജോലി അവർക്ക് എങ്ങനെയെങ്കിലും പണം കിട്ടുന്നുണ്ടെങ്കിൽ അവരിവിടെ ഇങ്ങനെ സ്ക്രൂ ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ അതിനനുസരിച്ച് ഇവിടെ പെണ്ണുങ്ങളുടെ ഉടുപ്പ് മാറിക്കൊണ്ടിരിക്കും, ഇങ്ങനത്തെ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കും. പ്രാങ്ക് വീഡിയോ അല്ലെ, പ്രായമുള്ളവരെ എല്ലാവരും നമ്മൾ ബഹുമാനിച്ചിരുന്ന ആൾക്കാരെ എല്ലാം നമ്മളിപ്പോ കളിയാക്കി തുടങ്ങി. അപ്പോ ലൈക്ക് കിട്ടും, ലൈക്ക് ഷെയർ. അപ്പൊ ആ ഒരു വിഡ്ഢിത്തരങ്ങൾ ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഇതെല്ലാം കൺട്രോൾ ചെയ്തില്ലെങ്കിൽ വലിയൊരു ആപത്തിന് നടക്കും. ചൈനയിലെല്ലാം കൺട്രോൾ ചെയ്ത് തുടങ്ങി, എല്ലാ രീതിയിലും കൺട്രോൾ ചെയ്ത് തുടങ്ങി. അപ്പോൾ ഇത് ചെയ്യുന്നതാണ്.